ഹലോ കൂട്ടുകാരെ, പാർട്ട് 1 SLC ഫിസിക്സ് 2014 എക്സ്പെക്റ്റ് ചെയ്യുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. ഡയോഡ് എന്താണെന്ന് നോക്കണം. ഒരു ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഒരു ഡയോഡിൽ ഒരു ഭാഗം പി ടൈപ്പ് സെമി കണ്ടക്ടർ കൊണ്ടും നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ വലിയ വര, ഒരു ഭാഗം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കൊണ്ടും ഈ മുനഭാഗം നമ്മളത് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കൊണ്ടും യോജിപ്പിച്ചതാണ് ഒരു ഡയോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഒരു ഡയോഡ് നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പോർഷൻ എന്തായിരിക്കും പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു പോർഷൻ എൻ ടൈപ്പ്. പി ടൈപ്പും എൻ ടൈപ്പും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയോഡിൻ്റെ സിമ്പിൾ. ഇത് പഠിക്കണം, ചോദിക്കാറുണ്ട്. ഒരു വശം എന്താണ് പി ടൈപ്പ്, ഒരു വശം എന്താണ് എൻ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഡയോഡിൻ്റെ സിമ്പിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും, എന്നിട്ട് ഇവിടെ ഒരു വര കിട്ടും. ഇതെന്താണ് എൻ ടൈപ്പ്, ഇതെന്താണ്, ദിസ് ഈസ് പി പോസിറ്റീവ്. ഓക്കെ, ഇത് നെഗറ്റീവ്. ക്ലിയർ? വിവിധ തരത്തിലുള്ള ഡയോഡുകളുണ്ട്, കണ്ടോ, നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് ഫോർവേഡ് ബയാസിങ് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഒരു ഡയോഡ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം കണക്ട് ചെയ്യാൻ. അതായത് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് പി ടൈപ്പും ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് എൻ ടൈപ്പും കണക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഡയോഡിൻ്റെ പി ബാറ്ററിയുടെ പോസിറ്റീവ്, ഡയോഡിൻ്റെ എൻ ബാറ്ററിയുടെ നെഗറ്റീവ്. അങ്ങനെ കണക്ട് ചെയ്താൽ ഇതിലൂടെ കറണ്ട് കടന്നു പോകും. മനസ്സിലായോ? അപ്പോൾ നിങ്ങളിവിടെ ഒരു ബൾബ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൾബ് എന്ത് ചെയ്യും? കത്തും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് ബയാസിങ്. കണ്ടോ, ഫോർവേഡ് ബയാസിങ്. ബയാസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈദ്യുതിയുമായിട്ട് കണക്ട് ചെയ്യുന്നതിന്, ഡയോഡ് കണക്ട് ചെയ്താൽ നമ്മൾ അതിന് ബയാസിങ് എന്ന് പറയും. അതിൽ പി ഭാഗം പോസിറ്റീവുമായിട്ടും എൻ ഭാഗം നെഗറ്റീവുമായിട്ടും. ഇത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. പോസിറ്റീവ് പോസിറ്റീവായിട്ട്, നെഗറ്റീവ് നെഗറ്റീവായിട്ട്. കണ്ടോ, ഇതാണ് ഫോർവേഡ് ബയാസിങ്. ഓക്കെ, കണ്ടോ ഫോർവേഡ് ബയാസിങ്ങിന്റെ ചിത്രം കണ്ടോ? ഇവിടെ സൂക്ഷിച്ചു നോക്കൂ. ഇവിടെ കണ്ടോ, പി ഭാഗം ബാറ്ററിയുടെ വലിയ വര കണ്ടോ, ഇതെന്താണ് പോസിറ്റീവുമായിട്ടും, എൻ ഭാഗം ബാറ്ററിയുടെ കണ്ടോ ചെറിയ വര നെഗറ്റീവുമായിട്ടും എന്താണ് യോജിപ്പിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, പി ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടും എൻ ഭാഗം ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് യോജിപ്പിച്ചാൽ ഡയോഡ് എന്താണെന്ന് പറയും? ഫോർവേഡ് ബയാസ്ഡ്. ക്ലിയർ? ഇനി നമുക്ക് റിവേഴ്സ് ബയാസിങ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് ആണ് റിവേഴ്സ് ബയാസിങ്. അതായത് നമ്മളൊരു ഡയോഡ് എടുക്കുന്നു, കണ്ടോ, എന്നിട്ട് ആ ഒരു ഡയോഡ് എടുക്കുന്നു. ഡയോഡിൻ്റെ ഈ പി ടൈപ്പ് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്യും. കണ്ടോ, പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. കണ്ടോ, എൻ ടൈപ്പ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. പി ടൈപ്പ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടും എൻ ടൈപ്പ് ബാറ്ററിയുടെ എൻ ഭാഗം ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യും. നേരെ ഓപ്പോസിറ്റ്. പി നെഗറ്റീവുമായിട്ടും എൻ പോസിറ്റീവുമായിട്ടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ബൾബ് കത്തില്ല. കാരണം ഇതിലൂടെ കറണ്ട് എന്ത് ചെയ്യില്ല? കറണ്ട് ഇതിലൂടെ കടന്ന് പോകില്ല. മനസ്സിലായോ? അതിനെയാണ് നമ്മൾ റിവേഴ്സ് ബയാസിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് റിവേഴ്സ് ബയാസിങ്ങിൻ്റെ ഒരു പിക്ചർ. നമുക്ക് ഇവിടെ ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡയോഡിൻ്റെ എൻ ടൈപ്പ് ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓർത്തിരിക്കുക, പി എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? നെഗറ്റീവ്. എൻ ടൈപ്പ് എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? പോസിറ്റീവ്. ഫോർവേഡ് ബയാസിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ബൾബ് കത്തില്ല. ഓക്കെ, ഇപ്പം എന്താ നമ്മൾ പഠിച്ചത്? ഫോർവേഡ് ബയാസിങ് എന്താണ്? ബാറ്ററിയുടെ പോസിറ്റീവ് പി ടൈപ്പുമായിട്ട്, കണ്ടോ, ബാറ്ററിയുടെ നെഗറ്റീവ് എൻ ടൈപ്പുമായിട്ട്. റിവേഴ്സ് ബയാസിങ്
ബാറ്ററിയുടെ നെഗറ്റീവ് ഡയോഡിൻ്റെ പി ടൈപ്പുമായിട്ടും ബാറ്ററിയുടെ പോസിറ്റീവ് ഡയോഡിൻ്റെ എൻ ടൈപ്പുമായിട്ടും കണക്ട് ചെയ്യും. ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും. താങ്ക് യു.